ഓക്കെ ഗേസ്, ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലേ സൂപ്പർ കാറൊക്കെ ഉണ്ട് കേട്ടാ. എൻ്റെ കയ്യിൽ മാത്രം സൂപ്പർ കാർ ഇല്ല. എൻ്റെ കയ്യിൽ ഈ ഒരു മഹീന്ദ്ര താറാളെ. ഇത് പക്ഷേ ഒരു നോർമൽ കാറാ, അല്ലാണ്ട് സൂപ്പർ കാറല്ല. എനിക്ക് ഒരു സൂപ്പർ കാർ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ സൂപ്പർ കാർ ഉണ്ട്. ഞാൻ ആരോട് ചോദിച്ചു എനിക്ക് ഓടിക്കാൻ തരുമെന്ന്, പക്ഷെ അവരെനിക്ക് ഓടിക്കാൻ തന്നില്ല. എനിക്കാകെ വിഷമായി. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ജാക്കണ്ണനോട് ചോദിച്ചു നോക്കാം ഒരു സൂപ്പർ കാർ വാങ്ങിച്ചു തരുമെന്ന്. എനിക്കും ഒരു സൂപ്പർ കാർ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജാക്കണ്ണ ജാക്കണ്ണ എവിടെയാ? ആ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താടാ ഷിൻചാനെ, എന്താ കാര്യം? ജാക്കണ്ണ, അതെ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യില് സൂപ്പർ കാർ ഉണ്ട്. അവരുടെ കയ്യിൽ ലംബോർഗിനി, ബുഗാട്ടി അങ്ങനത്തെ കാറൊക്കെ ഉള്ളേ. നമ്മുടെ കയ്യിൽ മാത്രം സൂപ്പർ കാർ ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു താറാളെ. താറ് ഒരു നോർമൽ കാറാ. എനിക്കൊരു സൂപ്പർ കാർ ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സൂപ്പർ കാർ മേടിച്ചാലോ? സൂപ്പർ കാറാ? അതിൻ്റെ ആവശ്യമുണ്ടാ? നമ്മുടെ കയ്യിൽ താറില്ലേ? താറ് പോരെ. താറിനിപ്പോൾ എന്താ കുഴപ്പം? നൈസ് കാറാ. ആ ജാക്കണ്ണ, അതെനിക്കറിയാം, താറ് നൈസ് കാറാ. പക്ഷെ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് ഒരു സൂപ്പർ കാർ വേണം. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഷോ ഇറക്കണം. ജാക്കണ്ണ, എനിക്കൊരു സൂപ്പർ കാർ വാങ്ങിച്ചു തരുമോ പ്ലീസ്? ആ ഷോറൂമിൽ ഒരു കാറുണ്ട്. ആണോ? എന്നാ ശരി, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഗെയിം കളിച്ചോ. ഞാൻ അപ്പോഴെങ്കിലും പോയിട്ട് ഒരു സൂപ്പർ കാർ വാങ്ങിച്ചുകൊണ്ട് വരാം. ആണോ? എന്നാ ശരി, അണ്ണൻ പോയിട്ട് ഒരു സൂപ്പർ കാർ മേടിക്ക്. ഞാൻ അപ്പോഴേക്കും ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കാം. നമുക്ക് GTA 5 കളിക്കാം. കുറേ ദിവസമായി GTA 5 കളിച്ചിട്ട്. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പം നമ്മുടെ ഷിൻചാനെ ഒരു സൂപ്പർ കാർ വേണമെന്നാ പറയണേ. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ സൂപ്പർ കാർ ഉണ്ടെന്ന്, പക്ഷെ നമ്മുടെ കയ്യിലില്ലാന്ന്. എന്നാ പിന്നെ ഓക്കെ, നമുക്ക് പോയിട്ട് ഒരു സൂപ്പർ കാർ മേടിക്കാം. ഷിൻചാൻ്റെ ഒരാഗ്രഹമല്ലേ, നടക്കട്ടെ. ഇവിടെ പിന്നെ അടുത്തേ ഒരു കാർ ഷോറൂം ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ നിന്ന് നമുക്ക് സൂപ്പർ കാർ കിട്ടേ. ഈ ഓട്ടക്കാരൻ, ഇയാളെ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? എൻ്റെ വണ്ടിമ്മ സ്ക്രാച്ച് വീണു. ഇയാളെ ഞാൻ വെറുതെ ഓടില്ല, എന്നാ പിടിച്ചോ. അങ്ങനെ അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ എനിക്ക് 2 സ്റ്റാർ മാർക്കറ്റ് ലെവൽ കിട്ടി. നമുക്ക് തൽക്കാലം ഇവിടുന്ന് പോവാം, അല്ലെങ്കിൽ പോലീസുകാരെ എന്നെ അറസ്റ്റ് ചെയ്യേ. ഓ പറഞ്ഞോളൂ, അപ്പോഴേക്കും പോലീസുകാർ എൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഷോറൂമിലേക്ക് പോവാം. ഓ, ഈ പോലീസുകാർ ഇപ്പോഴും എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉമാർ തീർത്തളയാം. എന്നാ പിടിച്ചോ, ചാവട അങ്ങോട്ട്, ചാവ്. എടാ ജാക്കേ, നീ പോലീസുകാരെ കൊല്ലാറായില്ലേ? നിന്നെ ഞാൻ വെറുതെ ഓടില്ല. ഓ പിന്നെ, നിങ്ങളതിന് ജീവനോടെ ഉണ്ടായാലല്ലേ. ഒരൊറ്റണത്തിന് ഞാൻ വെറുതെ ഓടില്ല. എനിക്ക് പിന്നെ 5 സ്റ്റാർ കിട്ടിയിട്ടാ. ഇതെന്തുണ്ടായേ? എൻ്റെ താറിനും തീ പിടിച്ചല്ലോ. ഞാൻ ആ പോലീസിൻ്റെ വണ്ടിമയാ RPG വിട്ടെ, പക്ഷെ എൻ്റെ താർമ്യം കൊണ്ടു. ഓക്കെ, ഇവിടെ ഇങ്ങനെ പോലീസൊക്കെ പോയി കണട്ടാ. നമ്മുടെ വാണ്ടഡ് ലെവലിൽ പോയി എല്ലാത്തിനും തീർത്തളഞ്ഞു, ഒരാളിനും ബാക്കി വെച്ചില്ല. ഇനി നമുക്കേ ഈ ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി മേടിക്കാം. ഏത് കാറ മേടിക്കുക? ഇവിടെ നല്ല കളക്ഷനൊന്നും ഇല്ല. ഈ ഒരു സൂപ്പർ കാർ മാത്രമുള്ളൂ. ഇത് പിന്നെ പോർഷയാ. തൽക്കാലം ഈ പോർഷ അങ്ങ് പർച്ചേസ് ചെയ്യാം. ഷിൻചാന് ഈ കാർ ഇഷ്ടാവേ. നമ്മളങ്ങനെ ആ കാറ് പർച്ചേസ് ചെയ്തു. ഇനി അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രാൻഡ് ന്യൂ പോർഷ. നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്താലോ? ഈ വണ്ടി ഇപ്പോൾ കാണാനായിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. റെഡ് കളർ പിന്നെ ഷിൻചാൻ്റെ ഫേവറേറ്റ് കളറാ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്തേ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരുക്കി സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇനി നമുക്ക് ഈ വണ്ടിയിലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. വണ്ടിയുടെ കളർ മാറ്റണ്ട, റെഡ് മതി. ഗ്ലാസ് പിന്നെ ടിൻ്റ് അടിക്കാം, അത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ അലോയ്സ് മാറ്റാം. അലോയ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അലോയ്സിന് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഓ, ഇപ്പോൾ കാണാൻ നൈസായിട്ട് കേട്ടാ. അലോയ്സിൻ്റെ സൈസൊന്നും കൂട്ടണില്ല. ഷിൻചാന് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല.
ഇനിയിപ്പോൾ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം, സ്മോക്കിൻ്റെ കളർ റെഡും കൊടുക്കാം. നമ്മളങ്ങനെ ഈ വണ്ടി മോഡിഫൈ ചെയ്തു. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അതുകൊണ്ട് ഈ വണ്ടി നല്ല സ്പീഡിൽ പോവും. നമുക്ക് വേണമെങ്കിൽ വല്ല റേസിൽ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മൾ തന്നെ ഫസ്റ്റ് അടിക്കുക. ഈ വണ്ടി ഏതായാലും മോഡിഫൈ ചെയ്തില്ലേ, ഷിൻചാന് എന്തായാലും ഇഷ്ടാവും. ഇഷ്ടാവാണ്ടിരിക്കില്ല. അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർഷെ ആയാലും മതിയെന്ന്. ഓക്കെ, നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഈ കാർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, നീ എവിടെയാ? പുറത്തേക്ക് വായോ, ഞാൻ നിനക്ക് ഒരു സൂപ്പർ കാർ മേടിച്ചു. വേഗം വാ. ഒരു മിനിറ്റ്, ജാക്കണ്ണൻ എന്നെ വിളിക്കണ്ടല്ലോ. അണ്ണൻ സൂപ്പർ കാർ മേടിച്ചാ? നമുക്ക് അടിയിൽ പോയിട്ട് നോക്കി നോക്കണ്ടാ. ഒരു മിനിറ്റ്, എനിക്കവിടെ ഒരു റെഡ് കളറിലെ കാർ കാണാണ്ട്. ഓ, ഇതൊരു സൂപ്പർ കാറാ. ഇതൊരു പോർഷയാ, അതും മോഡിഫൈഡ് പോർഷെ. ഇത് കൊള്ളാണ്ടാ, നൈസായിണ്ട്. ജാക്കണ്ണ, താങ്ക് യു അണ്ണ. ഈ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെ, നമുക്ക് ഈ കാറൊന്ന് ഓടിച്ചു നോക്കാം. അയ്യോ, ചെറുതായിട്ട് ഇടിച്ചൂലോ. അതിപ്പോ സീനില്ല, വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വന്നില്ല. നമുക്കപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. ഇത് പിന്നെ നൈസ് കാറാ. ഈ കാറിന് ഭയങ്കര സ്പീഡാ. ഇതിൽ പിന്നെ നൈട്രോയും വെച്ചിട്ടുണ്ട്. നൈട്രോ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോവും. എന്നിട്ടായാലും ഇത് ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഈ കാറ് കാണിച്ചു കൊടുക്കാം. അവർ കുറേ ദിവസമായിട്ട് എന്നെ കളിയാക്കായിരുന്നു എൻ്റെ കയ്യിൽ സൂപ്പർ കാറില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എൻ്റെ കയ്യിൽ സൂപ്പർ കാറായി.